Hey guys, welcome back to our channel. അപ്പോൾ രാവിലെ അതിനകത്ത് ആക്സിഡൻ്റാണ് കണ്ടിരിക്കുന്നത്. ഇത് വെളുപ്പിനെ കണ്ട് നടന്നതാണ് കേട്ടോ. KSRTC ബസ്സും വാഹനങ്ങളും കൂട്ടിയിടിച്ച് വാഹനത്തിൻ്റെ അവസ്ഥ ഉണ്ടോ ഗൈസ്, തകർന്നു പോയി. ആൾ ജീവനോടുണ്ടാവും. ഇന്നത്തെ ആദ്യത്തെ ഓർഡർ ലുലു മാളിൽ നിന്നാണ് കേട്ടോ, ലുലു കോട്ടയം. അങ്ങനെ ഞാൻ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മൾ ലുലുവിനെ വലം വെച്ചു. ലുലുവിൻ്റെ സൈഡിലെത്തിയിരിക്കുന്നു. സൈഡിലൂടെയാണ് നമുക്ക് ഡെലിവറി പിക്കപ്പ് പോയിൻ്റ് ഉള്ളത്. അപ്പോൾ വെയിലത്ത് നടന്ന് ഞാൻ ലുലുവിനകത്തോട്ട് കയറിക്കൊണ്ടിരിക്കുക. ഒട്ടുക്കത്തെ വെയിലാണ് ഗൈസ്, ഒട്ടുക്കത്തെ വെയിൽ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് കേട്ടോ. നിങ്ങൾ കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ വെയിലുള്ള നമുക്ക് വേറൊരു വഴിയില്ല. അപ്പോൾ എന്തായാലും ഞാനകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേരും ഡീറ്റെയിൽ എഴുതാൻ പോകുന്നു കേട്ടോ. അപ്പം ഞാൻ എഴുതാൻ പോകുന്ന പേര് വിജയ് എന്നാണ് കേട്ടോ. വിജയ് അണ്ണൻ, അതായത് തളപതി വിജയുടെ പേരാണ് ഞാൻ എഴുതുന്നത്. അപ്പം ബാക്കി ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യണം, ഫോൺ നമ്പർ ഫില്ല് ചെയ്യണം, അതുപോലെ തന്നെ ഓർഡർ ID ഫില്ല് ചെയ്യണം. അപ്പം വിജയ് എന്ന് എന്തുകൊണ്ടാണ് ഞാൻ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൈഫിൽ ഞാൻ വിജയിക്കാൻ പോകുന്ന ആളായതുകൊണ്ടും വിജയ് എന്നാണ് എഴുതുന്നത് കേട്ടോ. അപ്പം പിന്നെ അണ്ണനെ പ്രത്യേക സ്നേഹവും കൂടെ ഉള്ളതുകൊണ്ടും കൂടെയാണ്. അപ്പം ഞാൻ ഓർഡർ പിക്കപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാവുച്ചാര എന്ന് പറയുന്നത് ആദ്യത്തെ ഓർഡർ. അപ്പം അതിലേ കിട്ടി. എന്താ ഐറ്റം ഒന്നും എനിക്കറിയില്ല, എന്തോ ഒരു സാധനം, നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പേരൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസൊക്കെ. എന്തായാലും നമുക്കിത് ഇനി കസ്റ്റമറിൻ്റെ കയ്യിൽ കൊണ്ട് എത്തിക്കണം. അതാണ് നമ്മുടെ അടുത്ത ജോലി എന്ന് പറയുന്നത്. ഇത് ലിഫ്റ്റിലാണ്. ഫൈനലി നമ്മൾ ആ ഓർഡർ നമ്മൾ ഡെലിവറി ചെയ്തതിന് ശേഷം നമുക്ക് അടിച്ചത് ബിരിയാണി പാലസ് എന്നാണ് കേട്ടോ. നമ്മുടെ ചിങ്ങവനത്തുള്ളൊരു കടയാണ്. അപ്പോൾ അവിടുന്ന് ബിരിയാണിയാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. നമ്മുടെ സാധനം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഞാലിയാകുഴി സൈഡിലാണ് കൊടുക്കാനുള്ളത്. അപ്പം അവിടേക്ക് പോകാം. ഓക്കേ. ഗായ്സ്, ശോകം എന്ന് പറഞ്ഞാൽ വീണ്ടും ശോകം. ഓർഡറില്ലാതെ വീണ്ടും 1 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ചുമ്മാ ശാസ്ത്രയോട് വായി നോക്കി ഞാൻ നിൽക്കുമായിരുന്നു ഗൈസ്. ഓർഡർ എന്ന് പറഞ്ഞ സാധനമില്ല. പിന്നെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. വെയിലും ചെറിയ തണലുമുണ്ട്. അങ്ങനെ നിൽക്കുന്നു ഞാൻ, എന്താ ചെയ്യാനാ ഗൈസ്. ഈ ഓർഡർ ഞാൻ എന്തായാലും ടിക്കറ്റ് ഇടുന്നതായിരിക്കും. എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ തെറ്റായിരുന്നു. അതുപോലെ തന്നെ കസ്റ്റമർ വെറും തെണ്ടിയ കസ്റ്റമറായിരുന്നു. ഒരു പെണ്ണായിരുന്നു, ഒരു മൂഞ്ചി കിട്ടാൻ അറിയാം. തിരുവഞ്ചൂർ അതിൻ്റെ തൊട്ടടുത്താണ് അവളെ വീട്. അതുകൊണ്ട് അവിടെ ഒരു വളമുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും. ഇവിടുന്ന് തിരുവഞ്ചൂർ പോകുന്ന റൂട്ടിലൊരു വളമുണ്ട്. ആ വളവിൻ്റെ അവിടുത്തെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന വീട്ടിലെ അവളാണ്. അതുപോലെ എവിടെ നിന്ന് വന്നവളാണ്. 482 രൂപയുടെ ഓർഡറായിരുന്നു. 482 രൂപ. അതിൽ അവൾക്ക് ബാലൻസ് ഞാൻ 18 രൂപ കൊടുക്കണം. 500 രൂപയായിട്ടാണ് 18 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ 15 രൂപ വരെ കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ചില്ലറയായിട്ട് 3 രൂപ ഒന്നുമില്ല. പിന്നെ ഇരിക്കുന്ന 5 രൂപ. അപ്പോൾ ആ 3 രൂപയ്ക്ക് വേണ്ടി പുള്ളിക്കാരി ഇവിടെ വെയിറ്റ് ചെയ്യുക. എൻ്റെ ടീമാണ്, പുള്ളിക്കാരിയല്ല, എൻ്റെ കയ്യിലുള്ള കാണാൻ തോന്നുന്നത്. ഈ കാശുള്ളവർ പിന്നെയും കാശുകാരാകുന്ന അങ്ങനെയായിരിക്കും അല്ലേ. നമ്മളൊക്കെ ആണെങ്കിൽ 1 രൂപ കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടുതലിരിക്കണം ഇരിക്കട്ടെ എന്ന് പറയും. പക്ഷേ ഇവന്മാരൊന്നും അങ്ങനെ വെക്കത്തില്ല. ചുമ്മാ ഇവരൊക്കെ കാശുള്ളവരാണ്. കാശുള്ളവരെന്ന് നമ്മൾ വിളിക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ. നല്ല മൂഡ്, നല്ല പുളിച്ച വാർത്താനമായി വരുന്നത്. പിന്നെ നമ്മളെ പണി ഇതായിപ്പോയി. അതുകൊണ്ട് പിന്നെ നമ്മൾ ക്ഷമിക്കുകയാണ്. പോട്ടെ അല്ലേ. ഓക്കെ. വഴി എന്ന് നന്നാവും അറിയില്ല. ഞാൻ എന്നും ഇതിൽ ഈ ഒരു ഫീൽഡിൽ വന്ന അന്ന് മുതൽ ഈ വഴിക്ക് എപ്പോഴും പണി. എന്ന് തീരുമെന്ന് ഒരു പിടുത്തമില്ല. എന്ന് പൊളിച്ചിട്ടിട്ടുണ്ട്. പണിയുമ്പോൾ ഇനിയിപ്പോൾ എന്ന് പണിയുമ്പോൾ ഒരു പിടുത്തമില്ല. ഈ വഴി പണിയുന്നതുകൊണ്ടാണെന്ന് എനിക്ക് അപ്പുറത്തെ വഴി ലൊക്കേഷൻ കാണിക്കുന്നത്. ഞാൻ വെറുതെ കറങ്ങി അടിച്ച് അതിലെല്ലാമൊക്കെ പോയി വെറുതെ മൊത്തം പൊടി കഴിക്കാം. എന്തെന്ന് പറയാൻ ഈ വേഗം ഈ കടയിൽ ഞങ്ങളെ കസിൻ ചേച്ചി വർക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും ഞാൻ ടൗണ് പിടിക്കട്ടെ കഴിച്ച്. ഇന്ന് സമയം മൊത്തം കുഴിയാണ്. ഫോണിൽ നോക്കിക്കൊണ്ട് ഓടിക്കാൻ പറ്റില്ല. കുഴിക്കാത്ത ഓക്കെ. അപ്പോൾ 2 ബിരിയാണി ആയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഒരു പെങ്കൊച്ചിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അവളിപ്പം വരുന്നത് ലേഡീസ് ഹോസ്റ്റലാണ് നിൽക്കുന്നത്. കുറച്ച് നേരം ഇപ്പം വരാമെന്ന് പറയുന്നതല്ലാതെ ആളെ കാണുന്നില്ല. ഞാൻ കുറച്ച് നേരമായിട്ട് ഇങ്ങനെ വായ നോക്കി നിൽക്കുകയാണ്. ഇതൊന്ന് കൊടുത്തിട്ട് വേണേ നമുക്ക് പോയി ചോറുണ്ണാൻ. വിശന്നിട്ട് വയ്യ.
അപ്പോൾ ഗായ്സ് ഞാൻ ഫുഡ് കഴിക്കാൻ ടൈമായിട്ടുണ്ട്. അപ്പം നമ്മുടെ സമയം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി നോക്കിയാൽ അറിയാൻ പറ്റുമേ. സമയം 2:56 കേട്ടോ. ഇപ്പോഴാണ് കഴിക്കാൻ പോകുന്നത്. അത്യാവശ്യം ഓർഡർ ഉണ്ടായിരുന്നു. ഓർഡർ ഉള്ളതുകൊണ്ട് ഞാൻ ഇന്ന് ഓടി കേട്ടോ. ഓരോ ഓർഡറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഇൻസെൻറ്റീവും കൂടെ അടിക്കാം. പക്ഷേ നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് വളരെ ശോകമാണ് കേട്ടോ. ഞാനൊന്ന് കാണിച്ചു തരാം. പറയുന്നത് വളരെ ശോകമാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ഓർഡറും കൂടെ എടുത്ത ഇൻസെൻറ്റീവ് നമ്മൾ അടിക്കാം. രണ്ടാമത്തെ 175 രൂപ. നമ്മുടെ ഏണിങ്സ് വെറും 330 രൂപയാണ് കേട്ടോ. 12 ഓർഡറിൽ 5.5 മണിക്കൂർ കൊണ്ട് നമുക്ക് കിട്ടിയ ഏണിങ്സ്. വളരെ ശോകം. എന്നായാലും പോട്ടെ, നമുക്ക് ചോറെടുത്തുണ്ണാം. അപ്പം ചോറിന് കറിയായിട്ട് നമുക്കിന്ന് നല്ല മാങ്ങാച്ചാറുണ്ട്. ഇത് എന്താണ്, എന്തോ ഒരു തോരൻ, എൻ്റെ പേരെനിക്കറിയില്ല, എന്തോ ഒരു ബീൻസാണ് തോന്നുന്നു. പിന്നെ ഒരു ചെറിയ സാമ്പാർ, പിന്നെ നല്ല മത്തി വറുത്തതും ചോറും. ഇത്രയും സംഭവങ്ങളുണ്ട് നമുക്ക്. ഞാൻ ഒന്ന് കഴിക്കട്ടെ, നല്ല വിശപ്പുണ്ട്. സമയം 3 മണി കഴിഞ്ഞു കേട്ടോ. ഞാൻ കഴിച്ചിട്ട് വരാം. നമുക്ക് ഓർഡറും കിട്ടിയായിരുന്നു, അതുകൊണ്ട് കൊടുത്തു. ഇവിടെ മന്ദിരം ഹോസ്പിറ്റലിലാണ് കേട്ടോ. കോക്കോയിൽ നിന്നാണ് അടിച്ചത്. അതെ, നമ്മുടെ ഡെലിവറി മാർക്ക് ചെയ്യുകയാണ്. ഡെലിവറി മാർക്ക് ചെയ്ത് ഞാനിത് ഡ്യൂട്ടി സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ഓക്കെ, ഓഫ്ലൈൻ കൊടുത്തു. നമ്മുടെ എൻ്റെ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ 396 രൂപയാണ് കേട്ടോ ഗൈസ്, ഇന്നത്തെ ഏണിങ്സ്. പിന്നെ ഗൈസ്, ഈ ഒരു എമിറേറ്റ്സ് ഐ ഡി എറണാകുളം വരെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു ജോലി കിട്ടിയിരിക്കുന്നു. അത് നമ്മുടെ അടുത്തുള്ള വീട്ടിലെ അച്ചായനൊക്കെ അവരുടെ കസിൻ്റെ സാധനമായിരുന്നു. അപ്പം ഇതൊന്നും കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് എന്നെ വിളിച്ചു. പിന്നെ നേരെ എറണാകുളത്തേക്ക് വിട്ടു ഗൈസ്, ഇതുകൊണ്ട് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ ഇന്നത്തെ ടാർഗറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വരുമാനം ഡബിളായിരിക്കുന്നു. ഓക്കേ, അങ്ങനെ എറണാകുളത്ത് വന്ന് സാധനം കൊടുത്തു. തിരിച്ചത് ഒരു ചായയും കുടിച്ചു, ഒരു കടിയും കഴിച്ചു. ഞാൻ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പ്ലാനിങ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോകണമെന്നുണ്ട്, പക്ഷേ കൈ ക്യാഷുണ്ട്, പക്ഷേ ടൈമില്ല. വീട്ടിൽ പോട്ടെ, എന്തായാലും മടുത്ത്. ഇന്നത്തെ ദിവസം മൊത്തം ഓട്ടമായിരുന്നു, ഓട്ടത്തോട് ഓട്ടം. ഇനി ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ചെന്ന് കയറണം, കിടന്നുറങ്ങണം. അപ്പോൾ ഗൈസ്, ബൈ.